ആടുജീവിതം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള ചിത്രം. മലയാളക്കര നെഞ്ചിലേറ്റിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിൻ്റെ ദൃശ്യാവിഷ്കാരം. സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവന്റെ മരിപ്പച്ചയിലേക്ക് മടങ്ങിയെത്തിയ നജീബിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് ആടുജീവിതം പറയുന്നത്. ഇന്നത് ഒരു ചലച്ചിത്ര ഭാഷ്യമായി പ്രേക്ഷകരുടെ മുമ്പിലെത്തുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച ചില മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും വലിയ ഒരു ചരിത്രമുണ്ട്. 2005 എന്നോ ഒരു ദിവസം ബെന്യാമിൻ്റെ മനസ്സിൽ ഒരു പുസ്തകത്തിൻ്റെ ആശയം മുളപൊട്ടിയ കാലം മുതൽ ആ ചരിത്രം തുടങ്ങുകയായി. ബെന്യാമിന് ദൈവവും മനുഷ്യനും മാത്രമുള്ള ഒരു നോവൽ എഴുതണം എന്ന ആഗ്രഹം മനസ്സിൽ കൂടുതൽ ശക്തിപ്പെട്ടു വന്ന കാലത്ത് ഒരു നിയോഗം പോലെ നജീബ് ബെന്യാമിനെ കണ്ടുമുട്ടുകയായിരുന്നു. ആ കണ്ടുമുട്ടൽ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. തൻ്റെ സ്വകാര്യതയിൽ താൻ സൂക്ഷിച്ചിരുന്ന തൻ്റെ അതിജീവനത്തിൻ്റെ കഥ അയാൾ ബെന്യാമിനോട് പറയുന്നു. ആ കഥ ബെന്യാമിൻ്റെ കൈകളിലൂടെ ആടുജീവിതം എന്ന നോവലായി പരിണമിക്കുന്നു. എഴുതി പൂർത്തിയാക്കിയ നജീബിൻ്റെ ജീവിതകഥ ബെന്യാമിൻ ഒരു മത്സരത്തിന് അയച്ചു കൊടുക്കുന്നു. എന്നാൽ വിധിയുടെ നിയോഗം പോലെ അത് ഒരു പ്രോത്സാഹന സമ്മാനത്തിന് പോലും അർഹതയില്ലാതെ തിരസ്കരിക്കപ്പെടുന്നു. തിരസ്കരണത്തിന് പകരം പുരസ്കാരമായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആടുജീവിതത്തിൻ്റെ ഉടമസ്ഥൻ മറ്റൊരാളാകുമായിരുന്നു. ഈ നോവൽ ബെന്യാമിൻ്റെ തന്നെ ആടുജീവിതമായി തുടരണം എന്നതായിരുന്നു നിയോഗം. പിന്നീട് ഗ്രീൻ ബുക്സ് പബ്ലിക്കേഷനിലൂടെ ആടുജീവിതം എന്ന നോവൽ വായനക്കാരിലേക്ക് എത്തി. ഒരു പരസ്യത്തിൻ്റെയും നിരൂപണത്തിൻ്റെയും പിൻബലമില്ലാതെ വെറും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആടുജീവിതം അനേക ലക്ഷം വായനക്കാരിലേക്ക് എത്തി. അത് വായിച്ച് ഇഷ്ടപ്പെട്ടവരിൽ പണ്ഡിതരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. നിരന്തരം വായിക്കുന്നവരും ഒരിക്കൽ മാത്രം വായിച്ചിട്ടുള്ളവരും കൊച്ചുകുട്ടികളും പ്രായമായവരും അങ്ങനെ എല്ലാ പ്രായത്തിലുമുള്ള വായനക്കാരുടെ ഇടയിലും ആടുജീവിതം എന്ന നോവൽ ഒരു ചർച്ചാ വിഷയമായി. എല്ലാവരുടെയും ഉള്ളിലെവിടെയോ അത് തൊട്ടു. ചിലർക്കത് ജീവിതത്തിനുള്ള പിടിവള്ളിയായി, ചിലർക്ക് അഭയവും ചിലർക്ക് സാന്ത്വനവുമായി. ആടുജീവിതം എന്നത് മനുഷ്യൻ്റെ വേദനയെയും കഷ്ടപ്പാടിനെയും സഹനത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു വാക്കായി കേരളീയ സമൂഹം ഏറ്റെടുത്തു. അതും ഈ നോവലിൻ്റെ മറ്റൊരു നിയോഗം. ഈ നോവൽ പുറത്തു വന്ന് അധികം കഴിയും മുമ്പ് തന്നെ നോവലിനെ സിനിമയാക്കണം എന്ന ആഗ്രഹവുമായി ആദ്യം ബെന്യാമിനെ സമീപിച്ചത് സംവിധായകൻ ലാൽ ജോസ് ആണ്. ഏതാണ്ട് ധാരണയിലെത്തിയ കരാറിൽ നിന്ന് ലാൽ ജോസ് പിന്നീട് പിന്മാറുകയാണ് ഉണ്ടായത്. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അറബിക്കഥ എന്ന സിനിമ പുറത്തിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ മറ്റൊരു അറബ് പശ്ചാത്തലമുള്ള കഥ സിനിമയാക്കുന്നതിൽ ലാൽ ജോസിന് പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ എന്തെങ്കിലും ഒരിക്കൽ ചെയ്യാം എന്ന ധാരണയിൽ അവർ പിരിഞ്ഞു. പിന്നീടാണ് ബ്ലസ്സി നോവലിൻ്റെ സിനിമാ സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും ബെന്യാമിനെ സമീപിക്കുകയും ചെയ്തത്. വെറും ഒരു സിനിമയ്ക്കപ്പുറം കാലവും ചരിത്രവും അടയാളപ്പെടുത്തി വയ്ക്കുന്ന മഹത്തായ ഒരു സൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളതെന്ന് ബോധ്യമായ ബെന്യാമിൻ മറ്റൊരു ആലോചന കൂടാതെ സിനിമയ്ക്കുള്ള അവകാശം ബ്ലസ്സിക്ക് കൈമാറുകയായിരുന്നു. മലയാളക്കരയിലെ മറ്റേതൊരു സംവിധായകൻ്റെയും കൈകളിലെത്താതെ ബ്ലസ്സി എന്ന കഠിനാധ്വാനിയും പരിപൂർണത ആഗ്രഹിക്കുന്നവനുമായ ഒരു സംവിധായകൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചേരുക എന്നതും ആടുജീവിതത്തിന് കാലം കാത്തുവച്ച മറ്റൊരു നിയോഗം. 2009 ബ്ലസ്സിയും ബെന്യാമിനും ആടുജീവിതം സിനിമയാക്കാം എന്ന ധാരണയിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷം കഴിഞ്ഞ 14 വർഷങ്ങൾ ബ്ലസ്സി എന്ന സംവിധായകൻ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ പഠനത്തിലും യാത്രയിലുമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ, നേരിട്ട പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ എല്ലാം ഈ കഥയിലെ നജീബ് അനുഭവിച്ച ആടുജീവിതത്തെക്കാൾ തീക്ഷ്ണവും കഠിനവും ഭീകരവുമായിരുന്നു. ബ്ലസ്സി ആടുജീവിതം വായിച്ചതുപോലെ മറ്റാരും ഈ നോവൽ ആവർത്തിച്ചും സൂക്ഷ്മമായും സമഗ്രമായും വായിച്ചിട്ടുണ്ടാവില്ല. കാരണം ആടുജീവിതം എന്ന നോവലിനെ പൂർണ്ണമായും ഒരു ദൃശ്യഭാഷ്യമാക്കാൻ ഒരു സംവിധായകനും കഴിയുകയില്ല. അതിന് ഒരു സിനിമയ്ക്കെടുക്കുന്ന സമയം തികയില്ല. അപ്പോൾ ആ നോവലിൻ്റെ ഏതൊക്കെ കഥാസന്ദർഭങ്ങളാണ് പ്രധാനപ്പെട്ടത്, വൈകാരികമായി കാഴ്ചക്കാരനെ തൊടുന്നത്, ഈ നോവലിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ ഉപേക്ഷിക്കണം എന്നു തുടങ്ങി ഈ നോവലിനെയും കഥാസന്ദർഭങ്ങളെയും ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ഈ സിനിമ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അതിനായി തിരക്കഥയ്ക്ക് വേണ്ടി ബ്ലസ്സി അത്രമാത്രം ഗ്രഹപാഠം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്നിനു വേണ്ടി കഠിനമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ആടുജീവിതം എന്ന സിനിമയുടെ അണിയറ കഥകൾ. കാരണം അത്രമാത്രം പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ബ്ലസ്സി പൂർത്തിയാക്കിയത്.
ഓരോ തവണ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഓരോ നിയോഗം പോലെ ഓരോ രക്ഷകർ അവതരിച്ച് ഈ സിനിമയെ കൈപിടിച്ച് നയിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. കാരണം ബ്ലസ്സി എന്ന സംവിധായകൻ ഈ സിനിമയ്ക്കായി അത്രമേൽ സ്വപ്നങ്ങൾ സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രംഗത്ത് പ്രഗത്ഭരായവർ ഈ സിനിമയുടെ ഒപ്പം ചേർന്നത്. AR റഹ്മാനെ പോലെ ലോകോത്തര സംഗീതജ്ഞൻ, പൃഥ്വിരാജിനെ പോലെ അർപ്പണബോധമുള്ള ഒരു നടൻ, റസൂൽ പൂക്കുട്ടി, സുനിൽ തുടങ്ങി എണ്ണം പറഞ്ഞ സിനിമാ പ്രവർത്തകർ എല്ലാവരും എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് ആടുജീവിതം എന്ന സിനിമയുടെ പൂർത്തീകരണത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളക്കര എക്കാലവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ ബ്ലസ്സി എന്ന സംവിധായകനും സഹപ്രവർത്തകരും നടത്തിയ പരിശ്രമങ്ങളാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടി വന്ന ദീർഘമായ കാലയളവ്. കോവിഡ് കാലം ഒഴിച്ചിട്ട് നിർത്തിയാലും എന്തുകൊണ്ടാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണം ഇത്ര വൈകി എന്ന് ചോദിച്ചാൽ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ഒരു സംവിധായകന്റെ അടങ്ങാത്ത ദാഹം എന്ന് പറയാം. കഥാപാത്രത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഷൂട്ടിംഗ് കാലം നേരത്തെ തന്നെ പല ഘട്ടങ്ങളായി തിരിച്ചിരുന്നു. അതിനു തന്നെ ഏതാണ്ട് 2 വർഷത്തിലധികം സമയമുണ്ട്. ഈ കഥയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സംവിധായകൻ നടത്തിയ യാത്രകൾ അത്ര വലുതായിരുന്നു. കാരണം ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം മരുഭൂമിയാണ്. അതിനു പറ്റിയ മരുഭൂമികൾ കണ്ടെത്തണം. നജീബിന്റെ തൊഴിൽ ചിത്രീകരിക്കുമ്പോൾ അതിനു പറ്റിയ ആടുകൾ, അവയുടെ പ്രത്യേകതകൾ എന്നിങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ട വേഷം, ഭാഷ, ആഹാരം, ഗാനങ്ങൾ, രൂപപരിണാമങ്ങൾ, മാനറിസങ്ങൾ അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ കാര്യങ്ങളുടെ പഠനത്തിന് ബ്ലസ്സി എടുത്ത സമയം ഈ ചിത്രത്തിന്റെ ചിത്രീകരണ കാലഘട്ടം നീളാൻ കാരണമായി. ബ്ലസ്സി എന്ന സംവിധായകന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊപ്പം പൃഥ്വിരാജ് എന്ന നടന്റെ സമർപ്പണബോധവും കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആടുജീവിതം എന്ന സിനിമയെ ലോകോത്തര നിലവാരത്തിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മലയാള സിനിമ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമൊരുക്കാൻ ഒരു നടൻ അയാളുടെ മൂലധനമായ അയാളുടെ സ്വന്തം ശരീരത്തിനുമേൽ പരീക്ഷണം നടത്താൻ തയ്യാറായി എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ഒരു സിനിമയ്ക്കായി ഇത്രയധികം ആളുകൾ അവരുടെ മനസ്സും ശരീരവും സമയവും സമർപ്പിച്ച മറ്റൊരു സിനിമ ഉണ്ടാവില്ല. അവരുടെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലം ആടുജീവിതം എന്ന സിനിമയായി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് ലോകത്തിന് മുമ്പിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കൂടി വിജയമായിരിക്കും എന്നതിനും യാതൊരു സംശയവുമില്ല. സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.